ആലപ്പുഴയിൽ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ റാഗിങ്ങിനെതിരെ SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു. മർദ്ദനത്തിൽ അവശനായ വിദ്യാർത്ഥിയെ വാർഡൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയതായും വിദ്യാർത്ഥിക്ക് വൈദ്യസഹായം പോലും ലഭിച്ചില്ലെന്നും SFI നേതാക്കൾ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം മാനേജ്മെന്റ് ഇടപെട്ട് പ്രശ്നം ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവശനായി വീണ ഒരു വിദ്യാർത്ഥിക്ക് വൈദ്യസഹായം പോലും നൽകാൻ ശ്രമിച്ചില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. വാർഡൻ ഇടപെട്ട് വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തിയിട്ടും വൈദ്യസഹായം നൽകിയില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ SFIയും DYFIയും പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. സീനിയർ വിദ്യാർത്ഥികൾ, അതായത് +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. റാഗിങ്ങിന്റെ പേരിലായിരുന്നു മർദ്ദനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 6 വിദ്യാർത്ഥികളെ കോളേജ് അധികാരികൾ പുറത്താക്കിയെങ്കിലും ഇതിനു മുൻപും സമാനമായ സംഭവം നടന്നിട്ടും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതിയും വരുന്നുണ്ട്. ഇതിനു മുമ്പ് സമാനമായ സംഭവങ്ങൾ സ്കൂളിൽ നടന്നിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, ഈ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ SFI DYFI നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. ഇനിയും ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ചൈൽഡ് ലൈഫ് പ്രവർത്തകരും ഇന്നെത്തും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാന്നാർ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.